കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ വീഡിയോയിൽ മാർക്കറ്റ് തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങളും നിക്ഷേപകർ എന്ത് തീരുമാനമെടുക്കണം, തകർച്ചയ്ക്കിടയിലും ലാഭമെടുത്ത ഓഹരികളും ഹ്രസ്വകാലത്തേക്ക് വാങ്ങിയ ചില ഓഹരികളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർച്ചയായി തകർച്ചകളുടെ ഘോഷയാത്രയായിരുന്നു കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ വിപണികളിൽ ഉണ്ടായത്. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ BSE സെൻസെക്സും നിഫ്റ്റി 50യും ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിനമായ ഒക്ടോബർ 25-നും തകർന്ന് തരിപ്പണമായി. വിപണിയിലെ ഈ തകർച്ചയുടെ മുഖ്യ കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും മറ്റ് പോർട്ട്ഫോളിയോ നിക്ഷേപകരും ഇന്ത്യൻ വിപണികളിൽ നിന്നും ഓഹരികൾ വിറ്റൊഴിയുന്നത് തുടരുന്നതുകൊണ്ടാണ്. ഉയർന്ന മൂല്യത്തിലുള്ള ഇന്ത്യൻ വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ നിലവിൽ കുറഞ്ഞ മൂല്യത്തിലുള്ള ചൈന പോലുള്ള വിപണികളിലേക്ക് നിക്ഷേപം മാറ്റുന്നതാണ് ഇന്ത്യൻ വിപണികളിലെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. കഴിഞ്ഞയാഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിനമായ വെള്ളിയാഴ്ച നിഫ്റ്റി 50 സൂചിക ഒരു ഘട്ടത്തിൽ 24,074 പോയിന്റ് വരെ താഴ്ന്നിരുന്നു. 2023 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ തകർച്ചയാണ് വിപണികളിൽ ഉണ്ടായത്. ഒക്ടോബർ മാസത്തിൽ മാത്രം വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത് 1 ട്രില്യൺ രൂപയ്ക്കടുത്തുള്ള ഓഹരികളാണ്. ഇത് ഒരു മാസത്തിനിടെ വിദേശ നിക്ഷേപകർ നടത്തിയ ഏറ്റവും ഉയർന്ന വിൽപ്പനയായി മാറി. NSDLൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഒക്ടോബർ 24 വരെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ 98,086 കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ചു. എന്നാൽ ഇതിന് വിപരീതമായി ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇതേ കാലയളവിൽ മൊത്തം 92,932 കോടി രൂപയുടെ അറ്റ പർച്ചേസുകൾ നടത്തി എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ വാങ്ങലുകളാണ് ഒരു പരിധിവരെ വലിയൊരു ആഘാതത്തിൽ നിന്നും വിപണികളെ പിടിച്ചു നിർത്തുന്നത്. ഇന്ത്യൻ വിപണികൾ തകരാനുണ്ടായ മറ്റൊരു കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ പാദത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതിനാൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കോർപ്പറേറ്റ് വരുമാനം മന്ദഗതിയിലാകുമെന്ന ആശങ്കകൾ കൊണ്ടും ഇതുവരെ പുറത്തുവന്ന ത്രൈമാസ സാമ്പത്തിക ഫലങ്ങൾ നിക്ഷേപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതും ഈ ഇടിവിന് ആക്കം കൂട്ടി. റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ജൂലൈ-സെപ്റ്റംബർ പാദത്തിലെ ഇന്ത്യൻ കമ്പനികളുടെ വരുമാന വളർച്ച പ്രതിവർഷം 5-നും 7%-നും ഇടയിലായിരിക്കും എന്നാണ്. ഇത് കഴിഞ്ഞ 16 പാദങ്ങളിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മാന്ദ്യത്തിന് പ്രധാന കാരണം ഇന്ത്യൻ കമ്പനികളുടെ മൊത്തം വരുമാനത്തിന്റെ 20% വരുന്ന നിർമ്മാണ മേഖലയിലെ മന്ദഗതിയിലുള്ള വളർച്ചയാണ്. വിപണി തകർച്ചയുടെ മറ്റൊരു കാരണം നീണ്ടുപോകുന്ന പശ്ചിമേഷ്യ സംഘർഷവും തുടർന്ന് ആഗോള വിപണികളിൽ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദവുമാണ്. ഇതേ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു. വിപണിയെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഘടകം പണപ്പെരുപ്പവും പലിശ നിരക്ക് സ്ഥിരമായി നിലനിർത്താനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നീക്കവുമാണ്. അനിശ്ചിതത്വവും നീണ്ടു നിൽക്കുന്ന മഴയും വെള്ളപ്പൊക്കവും 2024 സെപ്റ്റംബർ പാദത്തിലെ വളർച്ചയെ ബാധിച്ചതായി പല വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ കൺസംഷൻ കമ്പനികളുടെ നിരാശാജനകമായ സാമ്പത്തിക ഫലങ്ങൾ ഇതിന് അടിവരയിടുന്നു. മറ്റൊന്ന് രൂപയുടെ മൂല്യശോഷണമാണ്. US തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും വിപണിയെ അലോസരപ്പെടുത്തുന്നു. നവംബർ 5-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ഏകദേശം 2 ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പ് ട്രെൻഡുകൾ കാണിക്കുന്നത് കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ്. അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ കമലാ ഹാരിസ് പ്രസിഡന്റായാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ മിക്ക വ്യാപാര നയങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകും. മറുവശത്ത് വ്യാപാര അസന്തുലിതാവസ്ഥയും കുടിയേറ്റവും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടുള്ള സമീപനമാവും ട്രംപ് തുടരുക. രണ്ടുപേർക്കും തുല്യ സാധ്യതകളാണെങ്കിലും ട്രംപ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടായാൽ വിപണിയെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള നടപടികൾ അദ്ദേഹം കൈക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം നികുതികളും ഉയർന്ന താരിഫുകളും ചുമത്തുകയാണെങ്കിൽ അത് ആഗോള വ്യാപാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം എന്നും അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. നിഫ്റ്റി ഇനി എങ്ങോട്ട്, ഈ തകർച്ചയിൽ നിക്ഷേപകർ കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ തുടങ്ങിയവ പരിശോധിക്കാം. വിപണി ഇപ്പോഴും ന്യായമായ മൂല്യനിർണ്ണയത്തിലല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് വിപണി വിറ്റഴിക്കലിന് പ്രധാന കാരണമാകുന്നു. ട്രെൻഡ് ലൈൻ ഡാറ്റ അനുസരിച്ച് നിഫ്റ്റി 50 ഇപ്പോഴും അതിൻ്റെ നിലവിലെ PE റേഷ്യോ ആയ 22.8 യഥാക്രമം അതിൻ്റെ 1 വർഷത്തെയും 2 വർഷത്തെയും ശരാശരി PE റേഷ്യോ ആയ
22.6, 22.2 എന്നിവയ്ക്ക് മുകളിലാണ്. അടുത്തിടെ വലിയ തോതിലുള്ള ഇടിവുകൾ വിപണിയിൽ സംഭവിച്ചെങ്കിലും ഇപ്പോഴും വാങ്ങാൻ കഴിയുന്ന ഒരു നിലയിൽ എത്തിയിട്ടില്ല എന്നാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. നിക്ഷേപകർ ഇപ്പോൾ എന്ത് നിലപാടെടുക്കണം എന്ന് നോക്കാം. കാലാനുസൃതമായ വിപണിയിലെ ഇടിവ് സാധാരണമാണ്. എന്നിരുന്നാലും വളർച്ചാ സാധ്യതയും കോർപ്പറേറ്റ് വരുമാനവും ദീർഘകാലാടിസ്ഥാനത്തിൽ വിപണിയെ സ്വാധീനിക്കുന്നു. മുൻകാല തകർച്ചകളെല്ലാം നിക്ഷേപകർക്ക് അവസരങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച നിലവാരത്തിലുള്ള അടിസ്ഥാനപരമായി ശക്തമായ ബിസിനസ് മോഡലുകൾ ശേഖരിക്കാനുള്ള അവസരമായാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഇടിവിനെ കാണേണ്ടതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുക എന്നതാണ് ഇപ്പോൾ കൈക്കൊള്ളേണ്ട തന്ത്രം. കാരണം നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പല ഓഹരികളും ഇപ്പോൾ വളരെ താഴ്ന്ന നിലവാരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സുവർണ അവസരം പാഴാക്കരുത് എന്നാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്നും പറയാനുള്ളത്. ഹ്രസ്വകാലത്തേക്ക് അസ്ഥിരത നിലനിൽക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് മികച്ച ഓഹരികൾ വാങ്ങാൻ ഇത് നല്ലൊരു അവസരം തന്നെയാണ്. അഥവാ വാങ്ങിയിരിക്കുന്ന ഓഹരികൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഓഹരികളിലും തുല്യമായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. വിപണി ഇടിയുന്നു എന്ന് കണ്ട് പരിഭ്രാന്തരാവാതിരിക്കുക. കാരണം ഈ ഇടിവ് നിങ്ങളുടെയോ ഞങ്ങളുടെയോ പോർട്ട്ഫോളിയോകളെ മാത്രമല്ല, രാജ്യത്തുള്ള എല്ലാ നിക്ഷേപകരുടെയും സമ്പത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇത്ര വിറ്റഴിക്കലുകൾ നടത്തുമ്പോഴും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ 93,000 കോടി രൂപയ്ക്കടുത്ത് ഒന്നും കാണാതെ നിക്ഷേപിക്കില്ല എന്നും ഓർക്കുക. ഇനി ഈ ആഴ്ചയിൽ നമ്മൾ ഹ്രസ്വകാലത്തേക്ക് നിക്ഷേപിച്ച ഓഹരികളിൽ മിക്കവയും രണ്ടാമത്തെ ബൈ റേഞ്ചോ അതിൽ താഴെയോ പോയിട്ടുണ്ടെങ്കിലും ഈ ഇടിവിലും നമ്മൾ 2 ഓഹരികളിൽ വളരെ മികച്ച പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. ആദ്യത്തെ സ്റ്റോക്ക് ഗബ്രിയേൽ ഇന്ത്യയാണ്. കഴിഞ്ഞ ഞായറാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്ന ഈ സ്റ്റോക്ക് ചൊവ്വാഴ്ച തന്നെ ആദ്യത്തെ ബൈ ലെവലായ 420 റേഞ്ചിനും താഴെ പോയിരുന്നു. 415 രൂപയിൽ എൻട്രി എടുത്ത ഈ സ്റ്റോക്ക് വ്യാഴാഴ്ച തന്നെ 450 രൂപയിൽ വിറ്റൊഴിയാനായി. 2 ദിവസം കൊണ്ട് 8.5% പ്രോഫിറ്റാണ് ഈ സ്റ്റോക്ക് തന്നത്. രണ്ടാമത്തെ സ്റ്റോക്കും കഴിഞ്ഞ സൺഡേയിൽ കാണിച്ചിരുന്നതാണ്. തിങ്കളാഴ്ച തന്നെ 630 രൂപയിൽ വാങ്ങിയിരുന്ന സോണ BLW പ്രസിഷനാണ് വളരെ മികച്ച ലാഭം തന്ന ഈ ഓഹരി. വ്യാഴാഴ്ച 24-ാം തീയതി തന്നെ ഈ സ്റ്റോക്ക് 740 രൂപയിൽ എക്സിറ്റ് ആവാനായി. മികച്ച ത്രൈമാസ സാമ്പത്തിക ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്ക് കുതിച്ചു കയറിയത്. 3 ദിവസം കൊണ്ട് ഈ സ്റ്റോക്ക് തന്ന ലാഭം 17.5%. ഇനി നമ്മൾ കാണിച്ചിരുന്ന സ്റ്റോക്കുകളിൽ ഏറ്റവും താഴെ പോയത് ഇൻഡസിൻഡ് ബാങ്ക് ആണ്. മോശം സാമ്പത്തിക ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്ക് തകർന്നടിഞ്ഞത്. ഈ സ്റ്റോക്ക് നഷ്ടത്തിൽ വിറ്റൊഴിയാൻ തീരുമാനമില്ലെങ്കിലും ഇനി നിക്ഷേപിക്കുന്നില്ല എന്നാണ് തീരുമാനം. ഈ നഷ്ടം പോർട്ട്ഫോളിയോയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. കാരണം മൊത്തം ഹ്രസ്വകാല നിക്ഷേപത്തിനായുള്ള പോർട്ട്ഫോളിയോയുടെ വെറും 0.5% താഴെയാണ് ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മറ്റ് ഓഹരികളിൽ ഓസ്ട്രൽ ലിമിറ്റഡ്, നെസ്ലെ ഇന്ത്യ അങ്ങനെ പല ഓഹരികളും ഇപ്പോൾ രണ്ടാമത്തെ ബൈ ലെവലുകളിൽ റീ എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്നു. വിപണിയിൽ ഭൂരിഭാഗം ഓഹരികളും ഇപ്പോൾ ഓവർസോൾഡ് സോണിലാണുള്ളത്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് പറയാനുള്ളത് ഈ തകർച്ചയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ്. കയ്യിലുള്ള ഓഹരികൾ നഷ്ടത്തിലാണെങ്കിലും മികച്ചതാണെങ്കിൽ അവ ഓരോ ഇടിവിലും കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഒരു സ്റ്റോക്കിൽ മാത്രം തുടരാതെ തുല്യമായി എല്ലാ ഓഹരികളിലും നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ മുഹൂർത്ത വ്യാപാരത്തിനായി അടുത്ത 1 വർഷത്തിൽ മികച്ച ലാഭം തരാൻ സാധ്യതയുള്ള 5 ഓഹരികൾ അടങ്ങിയ ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ് വെള്ളിയാഴ്ച കാലത്ത് വരുന്നതായിരിക്കും. നവംബർ 1 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയാണ് ഈ വർഷത്തെ മുഹൂർത്ത വ്യാപാരം നടക്കുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.